ഗസ്റ്റൊക്കെ വന്നുകൊണ്ടിരിക്കണം. നമുക്ക് വേണമെങ്കിൽ നേരത്തെ തുടങ്ങാമായിരുന്നു, പക്ഷെ അങ്ങനെയല്ലല്ലോ. നമ്മളെല്ലാവരും പരസ്പരം കാണാനും സംസാരിക്കാനുമാണല്ലോ ഇങ്ങനെ ഒരു വേദി നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണട്ടെ, സംസാരിക്കട്ടെ എന്ന് കരുതിയാണ് നമ്മൾ മറ്റൊന്നും ചെയ്യാതെ നിശബ്ദരായി എല്ലാവരും സന്തോഷമായിരിക്കട്ടെ എന്ന് കരുതി വിട്ടത്. ഒരുപാട് സന്തോഷം. പലരും കെട്ടിപ്പിടിക്കുകയും കണ്ണു നിറയുകയൊക്കെ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കൂട്ടായ്മയുടെ ഒരു ഭംഗി ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങൾ മദ്രാസ് മെയിലിന്റെ 4ാമത്തെ വർഷത്തിന്റെ ഒത്തുകൂടലാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്. എത്തിയ എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഫ്ലൈറ്റിൽ വന്നവരും ബസ് ബ്രേക്ക് ഡൗൺ ആയി പാവം ശാന്തി മാസ്റ്ററൊക്കെ കഷ്ടപ്പെട്ട് ഇളമക്കരയിൽ നിന്ന് വണ്ടിയൊക്കെ പിടിച്ചു വന്ന് ഡ്രസ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വന്ന അവർക്കും സ്വാഗതം പറയാണ്. നമ്മുടെ സിനിമയിലെ കാരണവരായ ഹരിഹരൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വാഗതം ചേട്ടാ. ഭയങ്കര സന്തോഷമാണ്. കഴിഞ്ഞ വർഷം വരാമെന്ന് പറഞ്ഞ് ലാസ്റ്റ് മിനിറ്റിലാണ് വരാൻ പറ്റാതെ എന്ന് ഞാൻ പറഞ്ഞ ഉടനെ തന്നെ പറയും മേനക എപ്പോഴാണ് പറയൂ, ഞാൻ എത്തിയേക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ നമുക്കൊരു മെയ് മാസം ആവും, 2nd വീക്ക് 3rd വീക്ക് ആണ്, ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല, പറയാമെന്ന് പറഞ്ഞപ്പോൾ എപ്പോഴായാലും ശരി ഞാൻ അവിടെ എത്തിയിരിക്കും എന്ന് പറഞ്ഞു. വളരെ സന്തോഷം. 80 മദ്രാസ് മെയിലിലേക്ക് സ്വാഗതം ചേട്ടാ. പിന്നെ ലോകമെമ്പാടും ആഗ്രഹിക്കുന്ന ആദരിക്കുന്ന പിന്നെ ആരാധിക്കുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. അദ്ദേഹത്തിന് 80 മദ്രാസ് വകയില് ഞാൻ സ്വാഗതം പറയാണ്. ശരിക്കും ലാലേട്ടനോട് ഈ പരിപാടിയെ കുറിച്ച് സുരേഷ് ഏട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞപ്പോഴേക്കും എത്താം. ലാലേട്ടനെ കുറിച്ചുള്ള വാക്കുകളിന് വേണ്ടിയിട്ട് മണിയമ്പിള രാജചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ഗുരുതുല്യരായ പ്രൊഡ്യൂസേഴ്സ്,
ഡയറക്ടേഴ്സ്, ക്യാമറമാൻമാര്, സിനിമയുടെ വിവിധ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് എല്ലാം 80 തൊട്ട് പരിചയമുള്ള മുഖങ്ങളാണ്. ഇത് നമ്മുടെ 4ാമത്തെ ഫംഗ്ഷനാണ്. അപ്പോൾ ഏറ്റവും വലിയ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഏറ്റവും വലിയ കലാകാരനായ ഇന്ത്യയിലെ തന്നെ എല്ലാ ബഹുമതികളും പത്മശ്രീ, പത്മഭൂഷൺ, ഡോക്ടറേറ്റുകൾ, ഫാൽക്കെ, ഇനി ആകപ്പാട് കിട്ടാനുള്ളത് ഭാരതരത്നം മാത്രമേ. അങ്ങനെ ഒരാളെ കുറിച്ച് വേണ്ട സംസാരിക്കുമ്പോൾ ഞാൻ ഒരു 55 വർഷം പുറകിലേക്ക് പൊക്കോട്ടെ. 2 minutes. ഞാൻ മോഡൽ സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് പാസ്സായി ഇറങ്ങിയപ്പോൾ നാടകത്തിൽ ബെസ്റ്റ് ആക്ടർ, ആർട്സ് ക്ലബ് സെക്രട്ടറി ഒക്കെ. അത് കഴിഞ്ഞപ്പോൾ 7 കുട്ടികൾ വരെയാണ് നാടകത്തിൽ അഭിനയിക്കുന്നത്. പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. അങ്ങനെ വേളൂർ കൃഷ്ണൻകുട്ടി സാറിന്റെ കമ്പ്യൂട്ടർ ഉപകരണമുള്ള നാടകം എൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് റിഹേഴ്സൽ. അപ്പൊ അതിൽ വന്ന ഒരു കുട്ടിയാണ് മോഹൻലാൽ. അന്ന് അവിടെ വെച്ച് നാടകം പഠിപ്പിക്കുന്നു. യൂത്ത് ഫെസ്റ്റിവലിന് മേക്കപ്പ് ചെയ്തതും നാടകം ഡയറക്റ്റ് ചെയ്തതും ഞാനാണ്. ആ നാടകത്തിന്റെ റിസൾട്ട് വന്നപ്പോൾ അന്ന് മോഹൻലാൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നാടകത്തിന് ഫസ്റ്റ് പ്രൈസ് മോഹൻലാലിന്റെ ബെസ്റ്റ് ആക്ടർ. മോഹൻലാൽ 90 വയസ്സായ ഒരു കഥാപാത്രമാണ് ചെയ്തത്. ഞാൻ അവിടെ ഓടി രക്ഷപ്പെട്ടു. കാര്യം സ്ഥിരം യൂത്ത് ഫെസ്റ്റിവലിന് പ്രൈസ് കിട്ടുന്ന 10ാം ക്ലാസ്സുകാർക്ക് ഇത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വായിച്ചുകൊണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊരു എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളായി. മോഹൻലാലിന്റെ വീടിന്റെ അടുത്ത് ഞാൻ മോഹൻലാലിന്റെ മറവി ഇല്ലായ്മയെ കുറിച്ച്, അത് ഓർമ്മശക്തിയെ കുറിച്ച് പറയുന്ന ഒരു കാര്യം പറയാം. 100 ഉണ്ട്, ഒരെണ്ണം പറയാം. മോഹൻലാലിന്റെ വീടിന്റെ 2 വീടിന്റെ അപ്പുറത്ത് എൻ്റെ ഒരു റിലേറ്റീവ് താമസം, ഒരു മിലിറ്ററിയിൽ എക്സ് മിലിറ്ററി ആയിട്ടിരുന്ന ഒരു അമ്മാവനാണ്. കാണാൻ കൊള്ളാവുന്ന ഒരു മകളുണ്ട്, സുന്ദരിയാണ്. അപ്പോൾ ഞാൻ അവിടെ പോകും. ആ വീട്ടിൽ ചെന്ന് വലിച്ചിറങ്ങിയിട്ട് തിരിച്ച് മോഹൻലാലിനെ കണ്ട് സംസാരിച്ചിട്ടൊക്കെ. ഒരു ദിവസം ഒരു ക്ലിക്ക് ക്യാമറ കൊണ്ട് ഞാൻ 2 ഫോട്ടോ എടുത്ത് ഫ്രണ്ട് കൊണ്ടുപോയി എന്റെ ഞാൻ ഇന്നൊരു കുറ്റം പറയും. അവരെ കുറിച്ച് എല്ലാം കുറ്റം പറയും. ഒരാളെ കുറിച്ചും കുറ്റം പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. അതിൽ ആരെ വഴക്ക് പറയുന്നത് കേട്ടിട്ടില്ല. ഏറ്റവും അടുത്ത് എനിക്കൊരു ഫ്രണ്ടാണ്. എന്നെ പോലും ഇന്നുവരെ ഒരു കാര്യത്തിൽ ഒരു വഴക്ക് പറഞ്ഞിട്ടില്ല. അതാണ് പുള്ളി ഒരു പ്രത്യേകതയാണ്. ഈ സിനിമയെ കാണുന്ന പോലെയല്ല, ആള് വളരെ എല്ലാവരും പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല ഈ മോഹൻലാൽ എന്നുള്ള വ്യക്തിക്ക് ലോകത്ത് എവിടെയെങ്കിലും ഒരു ശത്രു ഉണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. സാധാരണ ഒരാൾ വേറെ വലിയ പൊസിഷൻ എത്തുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചില ശത്രുക്കളോ അസൂയാലുകളോ, ആർക്കും അസൂയയില്ലാത്ത ഒരാളാണ്. അങ്ങനെയുള്ള മോഹൻലാലിനെ കുറിച്ച് ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിനെ കുറിച്ചുള്ള കഥകൾ പറയുകയാണെങ്കിൽ തന്നെയും ഒരുപാടുണ്ട്. പക്ഷെ ഇന്നത്തെ ഈ സംഭവത്തിന് വന്നത് വളരെ നല്ല സന്തോഷമായി. മോഹൻലാലിന്റെ ബർത്ത്ഡേക്ക് ഏതോ 10ഓളം ബർത്ത്ഡേ ദിനത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഇതുപോലെ ബർത്ത്ഡേ പിറ്റേ ദിവസം തുടരും, കഴിഞ്ഞ മുമ്പത്തെ വർഷം തുടരും എന്നുള്ള പടത്തിന്റെ ഫംഗ്ഷൻ ചെയ്യുമ്പോഴും ഇതുപോലെ എനിക്ക് സംസാരിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. പ്രിയന്റെ പടങ്ങള്, കിരീടം, കുറെ പടങ്ങളുടെ സെറ്റിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു 80 മദ്രാസ് മെയിലിന്റെ ഏറ്റവും വലിയൊരു ഗ്ലാമർ മാത്രമല്ല, നമ്മുടെ എല്ലാം ഭയങ്കര ആഗ്രഹമാണ്. എല്ലാവരുടെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ മുമ്പിൽ ഒരു ദൈവ പ്രത്യക്ഷ പ്രശ്നമാണ് മോഹൻലാൽ എന്നുള്ളത്. ഇത്രയും ഞാൻ നോക്കിയിട്ട് എൻ്റെ ഈ ജീവിതത്തിലെ സ്റ്റഡീസിൽ സിനിമയിൽ ഒരുപാട് പേരെ കണ്ടു വളർന്നതല്ലേ. എൻ്റെ കൂടെ എന്താ പറയാ, ജോലി ചെയ്തവരിൽ തന്നെ 10,000-4,000 പേര് മരിച്ചു വരുന്നുണ്ട്. അമ്മ എന്നുള്ള സംഘടന തുടങ്ങിയിട്ട് 135-140 പേര് മരിച്ചു വരുന്നു. 94 തുടങ്ങിയ സംഘടന. അപ്പൊ എന്തുമാത്രം പേര് നമ്മൾ വിട്ടുപോയിരുന്ന സംഭവം. ഇപ്പൊ ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, പറയാൻ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കാര്യം പറയാൻ വന്നേ വിട്ടുപോയി. പെട്ടെന്ന് എന്റെ റിലേ പോയി. ഇപ്പൊ പറയാൻ വന്നിട്ട് പെട്ടെന്ന് പോയി. എന്തായാലും ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴും എല്ലായിടത്തും പഴയ ആൾക്കാരെ എല്ലാം കണ്ടപ്പോഴും എല്ലാവർക്കും ഒരു സന്തോഷമായി, എല്ലാവർക്കും ഒരു എനർജി. ഇതുവരെ നടത്തിയതിൽ നമുക്ക് ഇന്നത്തെ നമ്മുടെ 80 മദ്രാസ് മെയിലിന്റെ സംഭവത്തിനാണ് ഏറ്റവും കൂടുതൽ ഒരു അട്രാക്ഷൻ വന്നത്. എല്ലാവരുടെയും മുഖങ്ങളിൽ ഒരു സന്തോഷമാണ്. മോഹൻലാലിനെ പോലെ ഒരാളിനെ നമുക്ക് കിട്ടിയത് എന്തൊരു ഭാഗ്യമാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെല്ലാവരുടെയും വക ബർത്ത്ഡേ ആശംസ ഉണ്ട്. നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. കേട്ടോ, കാണില്ല, സ്റ്റേജിൽ വെക്കണം. പിന്നെ മതി കേക്ക് കട്ട് ചെയ്യണം. ഇനി ശ്രീ മോഹൻലാൽ ഉപഹാരം സമർപ്പിക്കുന്നത് അദ്ദേഹത്തെ നമ്മുടെ ശാന്തി മാസ്റ്ററാണ്. ശരിയാ, ശാന്തി മാസ്റ്റർ ഉപഹാരം കൊടുക്കുന്നില്ലേ? ഇപ്പൊ വരും. അതെ, ഉപഹാരം കൊടുക്കുന്നത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടാണ് കേട്ടോ. ശാന്തി മാസ്റ്റർ എന്നെ വരച്ച ഒരു ചിത്രമാണ്. സ്വർണ്ണമല്ല,
കുറച്ച് എല്ലാവരും കാണിക്കുന്നു. ശാന്തി മാസ്റ്റർ ഒരുപാട് പടങ്ങളിൽ ലാലേട്ടന് കൂടെ വർക്ക് ചെയ്തിട്ടും ഇതുവരെ ഒറ്റയ്ക്ക് ചേർന്ന് നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടില്ല എന്ന് വലിയൊരു വിഷമമാണ് പറഞ്ഞത്. അതിപ്പോ തീർത്തു കൊടുത്തിരിക്കുകയാണ്. അടുത്തത് ശിവപ്രസാദാണ്. അത് പണ്ട് ഉണ്ടായിരുന്ന ശ്രീ സായി പ്രൊഡക്ഷൻസിന്റെ പ്രൊഡ്യൂസർ R.S. ശ്രീനിവാസൻ സാറിന്റെ മകനാണ്. അവളൊരു ദേവാലയം, രാജു റഹീമിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞു ഇവിടെ. അടുത്തത് ഉപഹാരം കൊടുക്കുന്നത് രാജാസ് പുനലൂരാണ്. അടുത്തത് ഉപഹാരം കൊടുക്കുന്നത് ശ്രീ അനീഷാണ്. മൈപ്പർ വഹാബാണ്. മൈപ്പറപ്പിന്റെ വഹാബ്.
ഒരു സർപ്രൈസ് ബർത്ത്ഡേ കേക്ക് കൂടി കട്ട് ചെയ്യുന്നുണ്ട്. ആരുടെയാണ് എന്നുള്ളത് ഇപ്പൊ പറയാം. എന്നാൽ ലാൽ സാറിന്റെ അല്ല. എല്ലാവരും അവിടുന്ന് ഒന്ന് മാറി തന്നാൽ അടുത്ത കേക്ക് വെക്കാം. സാറ് അടുത്ത കേക്ക് ഒന്ന് വെക്കൂ. എല്ലാവരും അവിടെ തന്നെ നിൽക്കണം, ആരും പോകരുത്. Thank you.